രഹസ്യാന്വേഷണ ഏജൻസികളായ CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവയെ BJP ആയുധമാക്കി. രാജ്യത്തിന്റെ സ്ഥാപനഘടന BJP പൂർണ്ണമായും ഏറ്റെടുത്തു. വീണ്ടും വിദേശ രാജ്യത്ത് ഇന്ത്യയെ അപമാനിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ജർമ്മൻ സന്ദർശനത്തിനിടെ നടന്ന ഒരു പരിപാടിയിലാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുടെ നീതിയുക്തതയെക്കുറിച്ച് വീണ്ടും നിരവധി ചോദ്യങ്ങൾ രാഹുൽ ഉന്നയിച്ചത്. മറ്റു രാജ്യത്ത് പോയി ഇന്ത്യയെ അപമാനിക്കുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ സ്ഥിരം ജോലിയാക്കിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ സ്ഥാപനഘടന BJP പൂർണ്ണമായും ഏറ്റെടുത്തുവെന്നും പ്രതിപക്ഷം അതിനെ പ്രതിരോധിക്കാൻ ഒരു മാർഗം കണ്ടെത്തണമെന്നും രാഹുൽ പറഞ്ഞു. ജർമ്മനിയിലെ ബെർലിനിലെ ഹെർട്ടി സ്കൂളിൽ നടന്ന ഒരു സംവാദത്തിൽ സംസാരിക്കവെയാണ് രാഹുലിന്റെ പ്രസ്താവന. രഹസ്യാന്വേഷണ ഏജൻസികളായ CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവയെ BJP ആയുധമാക്കിയിട്ടുണ്ടെന്ന് രാഹുൽ ആരോപിച്ചു. ബെർലിനിൽ നടന്ന പൊളിറ്റിക്കൽ ഈസ് ദ ആർട്ട് ഓഫ് ലിസണിംഗ് എന്ന പരിപാടിയുടെ വീഡിയോ രാഹുൽ തിങ്കളാഴ്ച തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ ഘടന എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമണത്തിന് വിധേയമാകുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത്. ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ പേര് 22 തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും രാഹുൽ പരാമർശിച്ചു. നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളായ CBI, ED എന്നിവയെ നോക്കുമ്പോൾ അവ പൂർണ്ണമായും ഭരണപക്ഷം ആയുധമാക്കിയിരിക്കുകയാണ്. അതേസമയം തന്നെ BJP അംഗങ്ങൾക്കെതിരെ എത്ര ED, CBI കേസുകൾ ഉണ്ടെന്ന് ചോദിച്ച രാഹുൽ അതിന് ഉത്തരമൊന്നും ഇല്ലെന്നും വിമർശിച്ചു. പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെയാണ് മിക്ക കേസുകളും ഫയൽ ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. നിങ്ങളൊരു വലിയ വ്യവസായിയാണെങ്കിൽ കോൺഗ്രസുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തുമെന്ന് അദ്ദേഹം ആരോപിച്ചു. EDയും CBIയും വരുമെന്നാണ് രാഹുൽ സംവാദത്തിൽ പറഞ്ഞത്. വോട്ടർ പട്ടികയിലെ ഇരട്ടത്താപ്പുകൾ ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മറുപടി ആവശ്യപ്പെട്ടെങ്കിലും പ്രതികരണമൊന്നും ലഭിച്ചില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് യന്ത്ര സംവിധാനങ്ങളിൽ വലിയ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ബെർലിനിൽ പറഞ്ഞു. എന്നാൽ കേരളത്തിലേത് ഉൾപ്പെടെയുള്ള നിലവിലെ സാഹചര്യം പരിശോധിച്ചപ്പോൾ ഇതേ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസും സഖ്യകക്ഷികളും മുന്നേറ്റമുണ്ടാക്കിയത്. ഫലം തങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ ഇതേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കോൺഗ്രസ് ചോദ്യം ചെയ്യാറില്ലെന്ന BJPയുടെ മറുവാദം പ്രസക്തമാകുന്നതും ഇതേ സാഹചര്യത്തിലാണ്. കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് തെരഞ്ഞെടുപ്പ് ഫലത്തെ ജനങ്ങളുടെ അംഗീകാരമായി ഉയർത്തിക്കാട്ടുകയാണ്. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതാവ് വിദേശത്ത് വോട്ടിംഗ് മെഷീനെയും കമ്മീഷനെയും സംശയത്തിന്റെ മുനയിൽ നിർത്തുന്നത്. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് ജർമ്മനിയിൽ ചെന്ന് ഇന്ത്യയുടെ ജനാധിപത്യം ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് രാജ്യത്തെ മാത്രം പ്രശ്നമായി ഒതുങ്ങുന്നില്ല, ലോകം ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ രൂപപ്പെടുത്തുക കൂടിയാണ്. പാർട്ടി നേതൃത്വം തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളെ നിരന്തരം വിമർശിക്കുമ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയിലെ വോട്ടർമാരുടെ പങ്കാളിത്തം ഇപ്പോഴും ഉയർന്ന നിലയിലാണ്. ഭരണത്തിലിരിക്കുന്ന സർക്കാരുകളെ പുറത്താക്കിയ സംസ്ഥാനങ്ങൾ, പ്രാദേശിക പാർട്ടികളുടെ വളർച്ച, ഭരണകക്ഷിക്ക് പോലും തിരിച്ചടികൾ നേരിടേണ്ടി വന്ന സംഭവങ്ങൾ എന്നിവയെല്ലാം ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വോട്ടിംഗ് മെഷീന്റെയും കീഴിലാണ് സംഭവിച്ചിട്ടുള്ളത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.